എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. സംഭവം എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് നമുക്ക് രാഹുൽ ഈശ്വർ പറയുന്ന കേൾക്കാം. അത്രമാത്രം ദേഷ്യവും വിഷമവും ഒരുതരം ഉള്ളിൽ ഭയങ്കര ദേഷ്യവും തോന്നുന്ന ഒരു സംഭവമാണ്. ഇന്നലെ വൈറലായ ഒരു വീഡിയോയും പോലീസ് അതിൽ ആക്ഷൻ എടുത്തു. ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ രാജ്യത്തെ നാണക്കേട് കൊണ്ട് തല താഴ്ത്തേണ്ടി വരുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മധ്യപ്രദേശിൽ രത്ലം എന്ന ഡിസ്ട്രിക്റ്റിൽ എന്ന ജില്ലയിൽ 3 മുസ്ലിം കൊച്ചു കുട്ടികളെ ജയ് ശ്രീറാം പറയാൻ വേണ്ടി 16 വയസ്സുള്ളൊരു പയ്യൻ മർദ്ദിച്ചതും അടിച്ചതുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത്. ആ വ്യക്തിയെ രത്ലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ജുവനൈൽ റിഫോം സെന്ററിലേക്കും മറ്റും അയച്ചിട്ടുണ്ട്. വേറൊരു ടീനേജർ കൂടെ ഉണ്ട്. അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. 3 മുസ്ലിം കുട്ടികൾ, അവരുടെ പ്രായം 6, 9, 11. ഈ 6, 9, 11 പ്രായമായ 3 മുസ്ലിം കുട്ടികളെ, 2 ടീനേജേഴ്സ്, അവർക്ക് 16, 17 വയസ്സ്, ഇവർ സിഗരറ്റ് വലിക്കുന്നു എന്ന് ആരോപിച്ച് ഇവരെ അടിക്കുകയും മറ്റും ചെയ്തു. എന്നിട്ട് അല്ലാഹു എന്ന് പറയരുത്, ജയ് ശ്രീറാം എന്ന് പറയണം എന്ന് പറയുകയും ചെരുപ്പ് വെച്ച് ഇവരെ അടിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിക്രൂരമാണ്. നമുക്ക് മനസ്സിന് കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണാവൂ. ഞാൻ ആ വീഡിയോയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഇത് ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്ത, ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഔട്ട്റേജ് ചെയ്യേണ്ട, ഒരു ഹിന്ദു എന്ന നിലയിൽ അപമാനം തോന്നുന്ന, ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അപമാനം തോന്നുന്ന, മനുഷ്യൻ എന്ന നിലയിൽ അപമാനം തോന്നുന്ന ഒരു സംഭവമാണ്. അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കണം. ഇതൊരു ക്യാൻസറാണ്. ഈ ക്യാൻസറിന്റെ മറ്റു രൂപങ്ങളാണ് പള്ളി പൊളിക്കണം എന്ന് പറയുന്നത്. ഈ 3 മുസ്ലിം യുവ ബാലന്മാർ, അത് അവരുടെ ആ വേദന എത്ര കാലം നിൽക്കും എന്നുള്ളതാണ്. അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ, അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മുറിപ്പാടുകൾ എത്ര കാലം നിൽക്കും എന്നുള്ളതാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ പ്രതികരിക്കാതെ പോകരുത്. നമ്മുടെ നാട്ടിലെ ക്യാൻസറാണ്. യഥാർത്ഥത്തിൽ നാസി ജർമ്മനി എന്നൊക്കെ പാഠപുസ്തകങ്ങളിൽ വായിച്ച ഒരു സാധനമാണ് ഓർമ്മ വരുന്നത്. അവിടെ പോലും ഇത്രയും മോശം ഉണ്ടായിരുന്നു സംശയമാണ്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അതിശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമാണ്. ഇത്തരം ആൾക്കാരുടെ, ഈ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ പോലും, ഈ മുതിർന്നവർ ഓർക്കുക, ഇത് 16, 17 വയസ്സുകാരുടെ മനസ്സിൽ പോലും ഈ മത വിദ്വേഷത്തിന്റെ വിഷം കുത്തിവെക്കുന്നത് മുതിർന്നവരാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ TV മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ ഈ മുസ്ലിം വിരോധം കുത്തിവെക്കുന്നത് നമ്മുടെ ഹിന്ദു പിള്ളേരെയാണ് ഇങ്ങനെ തെരുവ് ഗുണ്ടകളാക്കുന്നത്, അല്ലെങ്കിൽ ക്രിമിനൽസ് ആക്കുന്നത്. ഈ 16, 17 വയസ്സ് പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിൽ നമുക്ക്, നമ്മുടെ സമൂഹത്തിനൊരു ഉത്തരവാദിത്വം, നമ്മുടെ സമൂഹത്തിൽ ഈ വ്യാപിക്കുന്ന ക്യാൻസറിനെ തടയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അതുകൊണ്ട് ആ 3 ബാലന്മാർ, ഇന്ത്യക്കാരായ മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന ആ പാവപ്പെട്ട ആ കുട്ടികൾക്ക് എല്ലാവിധ പ്രാർത്ഥനയും അർപ്പിക്കുന്നു. ദൈവം അവർക്ക് ഒരു ഹീലിംഗ് കൊടുക്കട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് ഹീലിംഗ് കൊടുക്കട്ടെ. നമ്മൾ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന അല്ലാഹുവെന്നോ ദൈവമെന്നോ യാഹ്വെന്നോ ശ്രീരാമെന്നോ അയ്യപ്പനെന്നോ, അല്ലെങ്കിൽ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന ആ ദൈവം നമ്മുടെ സമൂഹത്തിൽ ഒരു ഹീലിംഗ് കൊടുക്കട്ടെ. വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അതുകൊണ്ട് അതിന്റെ വിഷ്വൽസ് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ കാണാവൂ, അല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ സ്പീഡ് അടിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷവും ഇത്തരം ക്യാൻസറും വ്യാപിക്കാൻ അനുവദിക്കരുത്. ദൈവം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കില്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുള്ളൂ. എന്താ അല്ലേ നമ്മുടെ നാട് ഇത്രയേറെ അധപ്പതിച്ച് പോകുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് പോയിട്ടുണ്ടോ? ഞാൻ പറയും നമ്മുടെ ഭരണഘടന തന്നെയാണ് ഇതിനൊക്കെ കാരണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിലപാട് തന്നെ എടുക്കണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കണ്ട. മറ്റ് രാജ്യങ്ങളിലൊന്നും ഇല്ലല്ലോ ഈ പ്രശ്നം. റേപ്പ് കേസായാലും
പിന്നെ പച്ചയ്ക്ക് കൊത്തിയെരിയുന്ന കൊലപാതകമായാലും മനുഷ്യൻ്റെ ശരീരത്തിൽ കത്തിയൊന്നും കയറ്റാനായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മടിയില്ല. അത് പ്രായമുള്ളവരായാലും കൊച്ചുകുട്ടികളായാലും ആരായാലും ആർക്കും ഒരു മടിയില്ലെന്നേ അതിനൊന്നും. അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, പച്ച മനുഷ്യൻ നിന്ന് കത്തുന്ന ഒരവസ്ഥ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാറുള്ളായിരുന്നു. ഇപ്പോൾ അതൊക്കെ നേരിട്ടാണ്. വണ്ടി ഇടിപ്പിച്ച് അരച്ച് കയറ്റി കൊല്ലുക വളരെ ക്രൂരമാണ്. എന്താണ് ഇങ്ങനെ നമ്മുടെ നാടിങ്ങനെ പോകുന്നത്? 3 വയസ്സ് മുതൽ 1 വയസ്സ് തൊട്ടിലിൽ കിടത്ത് ഉറങ്ങുന്ന പിഞ്ചു കുഞ്ഞിനെ വരെ റേപ്പ് ചെയ്ത് കൊല്ലുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ശിക്ഷാവിധി ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും. എന്നെ തൂക്കിക്കൊന്നാലും ഞാനത് തന്നെ പറയും. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ആരോ ആവട്ടെ, ഏതോ അമ്മ 10 മാസം ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ തല്ലാനുള്ള അധികാരം ആരാ കൊടുത്തത് ഈ കുട്ടികൾക്ക്? ഈ കുഞ്ഞു മനസ്സിൽ, അതായത് 16 വയസ്സെന്നൊക്കെ പറയുന്നത് തീരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിലുള്ള കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പോസ്കോ കേസാണ്. അതിനർത്ഥം അത് തീരെ ചെറിയ കുട്ടിയാണ്. 16 വയസ്സ് പ്രായപൂർത്തി ആവാത്ത പ്രായമാണ്. ആ പ്രായത്തിലുള്ള കുട്ടികൾ മറ്റ് ചെറിയ കുട്ടികളോട് മൃഗീയമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, അതും മതത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, അതിന് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വിഷം അതിൻ്റെ പാരൻസിൽ നിന്നാവണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവണതയെ മുളയിലേ നുള്ളേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ കിടന്ന് തിളയ്ക്കുന്ന പല ആളുകളും ഉണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട്. ഇന്നുകൂടി ഞാനൊരു വീഡിയോ ചെയ്തതാണ്, റീന എന്ന് പറയുന്ന ഇസ്രായേലിൽ കിടന്ന് ഒളിച്ചിരുന്നിട്ട് പറയുന്ന ഒരുത്തിയുടെ വീഡിയോ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, ആരുടെയും പേര് എടുത്തു പറഞ്ഞ് കുരുപൊട്ടിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തടയിട്ടേ മതിയാവൂ. അങ്ങനെ ഒരു തടയിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഇവരെക്കാൾ കൊടിയ വൈറസുകളായിട്ടായിരിക്കും ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാവുമ്പോൾ അതിന് പാരൻസിനെ ഉൾപ്പെടെ ശിക്ഷിക്കണം, കുട്ടികളെ മാത്രം ശിക്ഷിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം 10, 16, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും അവർ സ്വന്തമായിട്ട് അവരുടെ മനസ്സിൽ ഒരു വർഗീയത ഉണ്ടാവില്ല. അതിന് ഹിന്ദു കുട്ടിയായാലും മുസ്ലിം കുട്ടിയായാലും ക്രിസ്ത്യൻ കുട്ടിയായാലും അവരുടെ മനസ്സിൽ ജന്മനാ ഉണ്ടാവുന്നതല്ല ഈ വർഗീയത എന്ന് പറയുന്നൊരു സംഭവം. ജന്മനാ ചിലപ്പോൾ മെൻ്റലായിട്ട് ജനിക്കാം, ക്യാൻസർ വന്നെന്നിരിക്കാം, അതുപോലെ മറ്റു പല രോഗങ്ങളും ഉണ്ടായിന്നിരിക്കാം. പക്ഷേ ഈ ഒരു ചില കുട്ടികൾക്ക് ജന്മന ക്രിമിനൽ മൈൻഡ് ഉണ്ടായിന്നിരിക്കാം. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷേ ഈ വർഗീയ വിദ്വേഷം, ഈ മതഭ്രാന്ത്, ഇതെന്ന് പറയുന്ന ഒരു സംഭവം ജന്മന ഉണ്ടാവുന്നതല്ല, ഒരിക്കലും ജന്മന ഉണ്ടാവുന്നതല്ല മതഭ്രാന്ത്. അത് ആരിൽ നിന്നെങ്കിലും ഇഞ്ചക്റ്റ് ചെയ്ത് കിട്ടുന്നത് മാത്രമാണ്. ആരെങ്കിലും നിരന്തരമുള്ള ക്ലാസ് വഴിയും സംസാരം വഴിയും അത് കിട്ടുന്നതാണ്. അപ്പോൾ അത് വന്ന ഉറവിടം ഏത് കുട്ടിയുടേതായാലും അത് വന്ന ഉറവിടം ഏതാണെന്ന് കണ്ടെത്തി ആ ഉറവിടത്തെ കൂടി നശിപ്പിക്കണം. അതായത് ഈ കുട്ടിക്ക് എന്ത് ശിക്ഷയാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇരട്ടി ശിക്ഷ ഈ കുട്ടിയിൽ ഇത് ആരാണോ കുത്തിവെച്ചത് അവർക്ക് കൂടി കൊടുക്കണം. മനസ്സിലായോ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവോ? ഞാൻ പറയുന്നത്, അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മറ്റ് എവിടെ നിന്നെങ്കിലും ഈ കുട്ടിയുടെ മനസ്സിൽ ഈ വർഗീയത ഉണ്ടായതാവാം. അല്ലാതെ എന്തായാലും ഒരു കുട്ടിക്ക് 10-16 വയസ്സുള്ള കുട്ടിക്ക് വർഗീയതയെ പറ്റി എന്തറിയാനാണ്? ശരിക്കും പത്രം പോലും വായിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിലുള്ള കുട്ടികളാണെങ്കിൽ രാവിലെ മസ്റ്റായിട്ടും പത്രം വായിക്കുന്ന കുട്ടികളുണ്ട്, വായിക്കാത്തതുമുണ്ട്. പക്ഷേ ഈ ഉത്തർപ്രദേശ്, ഹരിയാന, ആസാം അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ കുട്ടികൾ അത്രയും ഇതായിട്ട് നിൽക്കുന്നതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വിവരക്കേട് കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും. പക്ഷേ എന്ത് തന്നെ ആവട്ടെ, അവർ പത്രം വായിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരു പത്രം വായിച്ചു എന്ന് കരുതിയിട്ട് ആരുടെയും മനസ്സിൽ ഇത്രയേറെ വർഗീയത ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിക്കത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് മാതൃകാപരമായിട്ട് കുട്ടിയെ മാത്രമല്ല അത് കിട്ടിയ വഴി, അത് ആരിൽ നിന്നാണോ കിട്ടിയത് അവരെ കൂടി ശിക്ഷിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു തടയിടാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏതൊരു അണ്ടനും അടകോടനും എന്തും ആരെയും ചെയ്യാം, ആരെയും എന്തും പറയാം. ആർക്കും ആരെയും ഒരു പേടിയില്ല, നിയമത്തിനെ ഒട്ടും പേടിയില്ല.
അതൊക്കെയാണ് ഇതിലേക്കൊക്കെ വഴി തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും നമ്മുടെ നിയമത്തെ പേടിയുണ്ടായിരുന്നെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഒരു വർഷത്തിൽ അതായത് 1-2 പേരെ തൊട്ട കൈക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആളുകൾക്കൊരു പേടി തോന്നും. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 1-2 പ്രതികളെ വിചാരണ ഇങ്ങനെ നീണ്ടു വിടാതെ എത്രയും പെട്ടെന്ന് മാക്സിമം 1 മാസത്തിനകം വെച്ച് തൂക്കിക്കൊല്ലുക 2 പേരെ. ആരെങ്കിലും ഇപ്പോൾ കൊലക്കുറ്റം ചെയ്ത, മൃഗീയമായി കൊലക്കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ വിചാരണ തടവിൽ വെച്ച് ഇങ്ങനെ കുറേ വർഷങ്ങൾ തീറ്റിപ്പോറ്റാതെ 1 മാസത്തിനകത്തോ 2 മാസത്തിനകത്തോ അവനെ തൂക്കുകയറ് കൊടുക്കണം. അങ്ങനെ 2-3 പേർക്ക് അത്തരത്തിലുള്ള ശിക്ഷ കിട്ടുമ്പോൾ ഈ പച്ചയ്ക്ക് കുത്തിക്കയറ്റണം, കത്തിക്കയറ്റണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് പിൻവലിയും. ജീവിക്കണമെന്ന് കൊതിയില്ലാത്തവരില്ലല്ലോ. ഇപ്പോൾ 100-ൽ ഒരു 100% എടുത്താൽ അതിൽ ഒരു 60% പേരെങ്കിലും പിന്നോട്ടാവും. ബാക്കി 40% പേരെ ഇറങ്ങിത്തിരിക്കുള്ളൂ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. അത്രത്തോളം വ്യത്യാസം വരും. ഇത് ഒന്നുമില്ല, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ കിടന്ന് ഘോരം പ്രസംഗിക്കുന്നു, അല്ലാതെ മറ്റൊരു മെച്ചവും ഉണ്ടാവുന്നില്ല. ആർക്കും ആരെയും പേടിയില്ല. 6, 9, 11 വയസ്സായ മക്കളെ ചെരുപ്പുകൊണ്ട് തല്ലാന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ അറ്റം? ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുന്ന കണ്ടിട്ട് പോലും ഈ 16 വയസ്സുള്ള കൊച്ചിന് അതിനെന്താ തോന്നുന്നത്? അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഇഞ്ചക്ട് ചെയ്ത് വച്ചിരിക്കുന്ന വിഷമാണത്. എന്നാൽ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് ശ്രീകൃഷ്ണനും ശ്രീരാമനും അള്ളാഹുവും നബിയും ആരാണ് കർത്താവും എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം മക്കളെ. നമ്മൾ പഠിപ്പിക്കണം അത്. ഇനി അഥവാ എല്ലാം ഒന്നാണെന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ പോലും സഹജീവികളോട് സ്നേഹത്തോടെയും കരുണയോടുകൂടിയും പെരുമാറാൻ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ സഹജീവികളോട് സ്നേഹത്തോടും കരുണയോടും കൂടിയും പെരുമാറാൻ പഠിപ്പിക്കണം മക്കളെ. നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടായില്ലെങ്കിലും ദോഷമുണ്ടാകരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ നമ്മുടെ മക്കളെ. അങ്ങനെ വേണം പഠിപ്പിക്കേണ്ടത്. നമ്മൾ വായും മനസ്സും കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മളെ മക്കളെ ജനിപ്പിച്ച് വളർത്തി കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നു. ആ മക്കൾ വഴി എന്തെങ്കിലും ദോഷമുണ്ടാകുന്നെങ്കിൽ ആ പാരൻസിന് അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ പടച്ചിറക്കി വിട്ട ഒരു ജന്മത്തിനെ നാട്ടുകാർക്ക് കൊടുത്ത് ശല്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിനെ കൊണ്ടുള്ള ഗുണദോഷമായാലും നമ്മൾ അനുഭവിക്കുക. ഗുണങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അനുഭവിച്ചോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ആ കുട്ടി വഴി എന്തെങ്കിലും ദോഷം അനുഭവിക്കാനുണ്ടെങ്കിൽ അത് ജന്മം കൊടുത്തവർ മാത്രം അനുഭവിച്ചാൽ മതി. സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ദ്രോഹമായിട്ട് അവനെ വളർത്തി വിടരുത്. അത് പെണ്ണായാലും ആണായാലും സമൂഹത്തിനൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ദ്രോഹമുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് അമർഷവും വെറുപ്പും മറ്റുള്ളവരോട് തോന്നത്തക്ക രീതിയിൽ പഠിപ്പിക്കരുതൊരിക്കലും. ശ്രീരാമനും അള്ളാഹുവും കർത്താവും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഇനി അഥവാ ഒന്നായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മൂലം മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാവരുത് മക്കളെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഇത്തരത്തിൽ പഠിപ്പിക്കാത്ത മാതാപിതാക്കളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്, വളരെ പുച്ഛമാണ് തോന്നുന്നത്. എൻ്റെയൊക്കെ മക്കൾക്ക് ജാതിയില്ല മതമില്ല ഒന്നുമില്ല, അവർക്ക് എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. എൻ്റെ മോനിപ്പോൾ ടൂറിന് പോയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കൊടുത്തു വിടാനൊന്നും പൈസയൊന്നും ഇല്ലായിരുന്നു. 10-600 രൂപ ആകെ 10-600 രൂപയാണ് കയ്യിൽ വെച്ചിരിക്കാൻ കൊടുത്തു വിട്ടത്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മുഹമ്മദ് മൂസോ അങ്ങനെ ഏതാണ്ടങ്ങടെ പേരാണ്. ആ കുട്ടിക്ക് ഇവനൊരു ഒരുപാട് വലിയ പൈസയൊന്നും ആയില്ല, 350 രൂപ എടുത്തൊരു വാച്ച് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ചോദിച്ചു, ഈ ഒരു വാച്ച് മാത്രമേ മേടിച്ചോളാടാ മോനെ. അപ്പോൾ ഒരു കുഞ്ഞൊരു ബോക്സിൽ ചോക്ലേറ്റ് എടുത്ത് തന്നിട്ട്, അമ്മ ഇത് 90 രൂപയാണ്, ബാക്കി പൈസ ഇടാ. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വെള്ളവും അതും ഇതൊക്കെ മേടിച്ചു കൊടുത്തു. നമുക്കൊന്നും തോന്നിയില്ല. ഞാൻ ചോദിച്ചില്ല, മോനെ നീ എന്തുകൊണ്ടാണ് നീ നിൻ്റെ ഫ്രണ്ടിന് നിൻ്റെ കയ്യിൽ തന്ന പൈസ എടുത്ത് നീ വാച്ച് മേടിച്ചുകൊണ്ട് കൊടുത്തത് എന്ന് ഞാൻ ചോദിച്ചില്ല. എന്തിനാ ചോദിക്കുന്നത്? അത് അവൻ്റെ ഫ്രണ്ടാണ്, അത് അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ കൂട്ടുകാരന് മേടിച്ചു കൊടുക്കണം എന്നുള്ളത്. ശബരിമലയിൽ പോയിട്ട് വന്നു, കുറച്ച് മാലയെ കഴിച്ച ഏതാണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒന്നും എനിക്കല്ല കൊണ്ടു തന്നത്, അവൻ്റെ ഫ്രണ്ട്സിന് മേടിച്ചുകൊണ്ട് വന്നു. എന്തിനാ മോനെ നീ ഫ്രണ്ട്സിന് മേടിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്, അവൻ്റെ കൂട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്.
അരവണ മേടിച്ചുകൊണ്ട് വന്നു, 2-3 അരവണ പായസം മേടിച്ചുകൊണ്ട് വന്നു സ്കൂളിലത്തേക്ക്. ഞാൻ ചോദിച്ചില്ല നീ എന്തിനാ സ്കൂളിൽ കൊണ്ടുപോകണേന്ന് ചോദിച്ചില്ല. അത് അവൻ്റെ ഇഷ്ടമല്ലേ, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കുക. എന്താ ഇത്? നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്താൻ പാടുള്ളൂ. ജാതി മതമൊക്കെ വർഗീയതയൊക്കെ കുത്തിക്കയറ്റി നമ്മളെ വളർത്തിയാലുണ്ടല്ലോ, ഈ മക്കൾ തന്നെ നാളെ ഒരു സമയം നമ്മളെ തിരിഞ്ഞു നിന്ന് നടുവാരി നോക്കി ചവിട്ടി ഞങ്ങളെ ഒരിടത്ത് മൂലക്കിടും ഇത്തി കൂടെ കഴിയുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാലേ ആ കുട്ടിയുടെ മനസ്സിൽ കരുണയും ഒന്നും ഉണ്ടാവില്ല. കുട്ടിക്കാലം മുതൽക്കേ നിങ്ങൾ വർഗീയതയും എല്ലാം വിദ്വേഷങ്ങളും കുത്തിവെച്ച് കുട്ടിയുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു കരുണയും കാണില്ല, ദയവും കാണില്ല, ഒന്നും കാണില്ല. നാളെ ഒരു സമയം തിരിഞ്ഞു നിന്ന് അവൻ അച്ഛൻ്റെയും അമ്മേരെയും നാവിക്കൂട് നോക്കി ചവിട്ടി കിടത്തും, ഒരിടത്ത് മൂലക്കിടും, അവിടെ കിടക്കുന്നു പറയും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നമ്മളവർക്ക് നന്മ മാത്രം പറഞ്ഞു കൊടുത്ത് വളർത്താനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉപകാരം ഒരു മനുഷ്യർക്ക് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എനിക്ക് നല്ല വിഷമം തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക് കേട്ടോ. സത്യം പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, പ്രത്യേകിച്ച് എനിക്ക് കൊച്ചുങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ള ഒരാളാണ് കുഞ്ഞുങ്ങളായിട്ട്. ഫോൺ വരുന്നുണ്ട്, ഈ ഫോണിൽ മോൻ്റെ ഫോണാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. മോൻ കിടന്ന് ഉറങ്ങുകയാണ്, അവൻ്റെ ഫോൺ ഇവിടെ ഇരുന്ന് ബെല്ലടിക്കുകയാണ്. ഇത് എന്തെങ്കിലും എമർജൻസി കോളാണോ എന്തോ, കൂട്ടുകാരെങ്കിലും ആയിരിക്കും. 24 മണിക്കൂറും കൂട്ടുകാർ തന്നെയാണ് ഫോണിൽ വിളിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ചെക്കൻ്റെ കൂടെ വഴക്ക് പറയും, എന്തിനാ ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്ന് വെച്ചാൽ എപ്പോഴും ഫോൺ വിളിയാണ് പിള്ളേരുമായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം.